കൊല്ലം അഞ്ചലിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രികരായ ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അഞ്ചൽ ആനക്കുളം സ്വദേശികളായ ഷിനു മാത്യു, ഷിബിന എന്നിവർക്കാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ആലഞ്ചേരിയിൽ നിന്നും ആനക്കുളത്തെ വീട്ടിലേക്ക് ബൈക്കിൽ പോകുന്ന വഴി കടവറത്ത് വെച്ച് കാട്ടുപോത്ത് സ്കൂട്ടറിൽ വന്നിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ഉടൻ തന്നെ നാട്ടുകാർ ഷിനു മാത്യുവിനെയും ഷിബിനെയും അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കി. ഗ്രൂപ്പിൻ്റെ വലിയൊരു അനാസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അതായത് മൂന്ന് ദിവസം കൊണ്ട് തുടർച്ചയായി ഇറങ്ങുന്നു. രണ്ടാഴ്ച കൊണ്ടാണ് ഇപ്പോൾ അലയമൺ ഭാഗങ്ങളിൽ കണ്ടുവരുന്നത്. മൂന്ന് ദിവസമായി തുടർച്ചയായി അലയമണിലെ പ്രദേശങ്ങളിൽ, ജനവാസങ്ങളുള്ള പ്രദേശങ്ങളിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പോൾ RRT ഗ്രൂപ്പ് അതിനെ തിരിച്ച് ഫോറസ്റ്റിലേക്ക് കയറ്റിവിടാനുള്ള ഉത്തരവാദിത്വം അവർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ചേച്ചിക്കും ഒരു ചേട്ടനുമാണ് ബൈക്കിൽ പൊക്കൊണ്ടിരുന്നപ്പോൾ കാട്ടുപോത്തിൻ്റെ ആക്രമണം കാരണം പരിക്ക് പറ്റിയത്. അവരെ നമ്മളിവിടെ സെൻറ്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. RRT ഗ്രൂപ്പിന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ സ്ട്രിക്റ്റ്ലി ഓർഡർ കൊടുത്തുകൊണ്ട് ഇന്ന് രാത്രി മുതൽ നാളെ വൈകിട്ട് വരെയാണ് അവർക്ക് സമയം കൊടുത്തിരുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ഈ കാട്ടുപോത്തിനെ തിരിച്ച് കാട്ടിലേക്ക് ഓടിച്ച് കയറ്റിവിടേണ്ടതാണ്. ഇവർക്ക് സപ്പോർട്ടിനായി തെന്മല ഫോറസ്റ്റ് റേഞ്ചിനെയും കൂടി വിളിക്കാൻ ഞാൻ നിർദ്ദേശം കൊടുത്തുകൊണ്ട് പഞ്ചായത്ത് ഇതിൻ്റെ ഭാഗത്ത് ശക്തമായി ഇടപെടും. ഇനി ഒരാൾക്കും ഇതുപോലെ അപകടമുണ്ടാകുവാനോ എന്തെങ്കിലും പരിക്കുകൾ പറ്റുവാനോ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ട്രിക്റ്റ്ലി ഓർഡർ കൊടുത്തുകൊണ്ട്, അതുപോലെ ഇപ്പോൾ പരിക്ക് പറ്റിയവർക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങളെല്ലാം നല്ലപോലെ ചെയ്യും. അതുപോലെ RRT ഗ്രൂപ്പിനെ അറിയിച്ചുകൊണ്ട് സാമ്പത്തികമായും അവർ സഹായിക്കുവാനും അവരോട് ഞങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഇവർക്ക് വരുന്ന കാര്യങ്ങളൊക്കെ നടപടി പ്രകാരം എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാം എന്ന രീതിയിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് തീരുമാനിച്ചിട്ടുണ്ട്.